എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇഷിതയെ ആഷിത വിളിക്കുകയാണ്. ആഷിത വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇഷിതയെ കാര്യം പറയണ. അതെ, കൈലാസ് എത്തിയിട്ടുണ്ടെന്ന് പറയാണ്. കായൽ ഞാൻ കൊന്നു തള്ളിയ കൈലാസ് പൊങ്ങിയെന്ന് പറയാം. ഇത് കേട്ടിച്ചപ്പോൾ ആഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആഷിത ചോദിച്ചു, എന്നിട്ട് ആളെവിടെയെന്ന് ചോദിക്കാം. ഇപ്പം പൊങ്ങിയത് പഴയ പോലെ കൈലാസായിട്ടല്ല, കൈലാസ സ്വാമികളായിട്ടാന്ന് പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആഷിത ചോദിച്ചു, കൈലാസ സ്വാമികളോ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലേ ചേച്ചി. കൈലാസ സ്വാമികൾ ഇപ്പം പളിഞ്ഞി പോയി തല മുട്ടയടിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഭക്തിയുടെ മാർഗത്തിലാണ് വ്രതമൊക്കെ എടുത്ത് ഏതാണ്ട് ഇനിയിപ്പം സന്യാസം സ്വീകരിക്കാനാന്നാ ഇവിടെ പറയുന്നത് കേട്ടേന്ന് പറയാണ്. അച്ഛനെ കയ്യിലെടുക്കാനായിട്ട് പളനിക്ക് പോയി. പിന്നീട് ആ കാര്യങ്ങളെല്ലാം പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആഷിത പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഇതെന്താണ് ഇവിടെയുള്ളവർക്ക് ഇട്ട ഒരു അടിയായിരിക്കും എന്ന് പറയാണ്. കാരണം ഇവിടെയുള്ളവർ കൈലാസനെ വെച്ചൊരു കളി കളിക്കാൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു. എന്താണ് നല്ല കാര്യം എന്നൊക്കെ പറയാണ്. അങ്ങനെ ആഷിതയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. തൻ്റെ ഇഷിതേനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലുള്ളവർ മനസ്സിനാമേ തൻ്റെ ഭർത്താവും ചേർന്നിട്ട് പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടിയൊരു അവസരമാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആഷിത നേരെ ഹാളിലേക്ക് എല്ലുവാണ്. ആ സമയം ഈശ്വറും മനസ്സിനാമയും കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന കൈലാസിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ മാത്രമേ ഇഷ്ടതയ്ക്കെതിരെ പ്രകടനം നടത്താൻ പറ്റുള്ളൂ. കുറേ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആഷിത അങ്ങോട്ട് ചെന്നു. ആഷിത എന്നിട്ട് പറഞ്ഞു, എന്താ അമ്മയും മോനും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിന് പറഞ്ഞു, അതെ, നിന്റെ അനുജത്തെ കെട്ടി ഒരുത്തിന് കടലിൽ താഴ്ത്തിയില്ലോ. അപ്പോൾ എന്താണെങ്കിലും അത്ര ദുഷ്ടയായ തൊരുത്തി അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന കാണുമ്പം ഞങ്ങൾക്ക് സഹിക്കുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആഷിത പറഞ്ഞു, അത് ശരിയാ അമ്മേ, അമ്മയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്യണം. പിന്നൊരു കാര്യമുണ്ട്, എൻ്റെ അനുജത്തെ കെട്ടി കടലിൽ താഴ്ത്തി എന്ന് പറഞ്ഞ കൈലാസം ഉണ്ടല്ലോ, ഇപ്പം പൊങ്ങിയിട്ടുണ്ടെന്ന് പറയണം. പൊങ്ങിയോന്ന് ചോദിക്കും. അതെ, പുതിയ വേഷത്തിലും ഭാവത്തിലും കൈലാസ സ്വാമികളായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറയാണ്. ഇനി അതെ, അമ്മ എൻ്റെ ഭർത്താവും കൂടി ഇനിയിപ്പം കൈലാസിനെ അന്വേഷിച്ച് ഇഷിതയ്ക്കെതിരെ നീങ്ങണ്ടെന്ന് പറയാണ്. അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞിട്ട് ആഷിത അങ്ങോട്ട് കയറിപ്പോവാ. മുഖത്ത് അടിവേറ്റലോ മനസ്സിനിക്കും ഈശ്വരനും. കാരണം അവർ പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. ഇത്രയ്ക്കൊരു ടിസ്റ്റ് നടക്കുമെന്ന് പ്രതീക്ഷയില്ല. അയാൾ മരിച്ചുപോയി കാണുമെന്ന് ഓർത്ത കൈലാസിരുന്ന്. അങ്ങനെയാണെങ്കിൽ ഇഷിതേനെ പ്രതിയാക്കാമെന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ അവരുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം അവസാനം തകർന്ന് തരിപ്പണമായി പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയായിരുന്നു. പിന്നീട് ഇഷിത നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പ്രിയാമണിയും മാഷും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും മാഷു വന്നിട്ട് ചോദിച്ചു, ആഹാ എന്താ മോളെ, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത പറഞ്ഞു, എൻ്റെ അച്ഛാ ഒന്നും പറയണ്ടെന്ന് പറയണേ. എന്താ കാര്യം, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു, അതെ, ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയി മോൾക്കൊണ്ട് വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ഇച്ചിരി തൊട്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ നെറ്റിയിലേക്ക് അങ്ങ് തൊട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോളുടെ വിഘ്നങ്ങളും മോൾക്ക് ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, ചിലപ്പോൾ അമ്മയുടെ പൂജയുടെ വഴിപാടിൻ്റെ ഒക്കെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാം. അല്ലെ എന്താ സംഭവിച്ചത്, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇഷിത പറയണേ, അതെ കൈലാസ് എത്തിയിട്ടുണ്ടെന്ന്. കൈലാസ് വന്നോന്ന് ചോദിക്കാം. അതെ, വെറും കൈലാസ് അല്ല, കൈലാസ സ്വാമിയായിട്ടാണ് വന്നിരിക്കുന്നു പറയണം. കൈലാസ സ്വാമിയോ, എന്തൊക്കെയാ മോളെ പറയണമെന്ന് ചോദിക്കും. പിന്നീട് വീട്ടിൽ നടന്ന ഗംഭീരമായ സംഭവവികാസങ്ങളെക്കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, ആഹാ കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ കൈലാസ സ്വാമിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയണം. അവനാള് ഊടായ്പൻ്റെ അങ്ങേയറ്റമാണല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടത പറഞ്ഞു, അതെ അച്ഛാ, അവനെ പോലൊരു ദുഷ്ടൻ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ വേഷം കിട്ടുമെന്ന് പറയണം. എന്നിട്ട് മഞ്ജിമേ എല്ലാവരും വിശ്വസിച്ചോന്ന് ചോദിക്കുക സ്വപ്നവലി. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ഛാ, അവർക്കിതൊക്കെ ഭയങ്കര വിശ്വാസമുള്ള കാര്യമാണ്. അമ്മയും മഞ്ജുമേച്ചി നിലത്തെങ്ങും അല്ല നിൽക്കണേ. പക്ഷേ അച്ഛനാണെങ്കിൽ കൈലാസിൻ്റെ കള്ളത്തിന് ഒട്ടും മനസ്സിലായിട്ടുമില്ല എന്ന് പറയണം. പിന്നെ മഹേഷിൻ്റെ കാര്യം അറിയാലോ, മഹേഷിന് എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാം. മഹേഷിനും എനിക്കും മാത്രം മനസ്സിലായിട്ടുള്ളൂ അവൻ്റെ കള്ളത്തരങ്ങളെക്കുറിച്ചൊക്കെ എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മാഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ എനിക്കും കൂടെ ഒന്ന് കാണണമല്ലോ എന്ന് പറയാം. പ്രിയാമണി പറഞ്ഞ്, സൂക്ഷിക്കണം മോളെ, അവനാണെങ്കിൽ വിഷം ചീറ്റാൻ തക്കം പാർത്തിരിക്കുമായിരിക്കും. ഈ വേഷം കെട്ടിൽ വെച്ചിട്ട് അവന് മോളെ കൊടുക്കാനായിട്ടും പ്ലാൻ ഉണ്ടെന്ന് പ്ലാൻ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാണ്. അത് കേട്ടിഞ്ഞപ്പോൾ ഇഷ്ടത പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോമേ, നമുക്കറിയാവുന്ന കാര്യമല്ലേ, എന്താണെങ്കിലും അവനിങ്ങനെ കൊടുക്കാൻ വരട്ടെ, അവനിട്ടുള്ള പണി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്.
അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഇഷിത വീട്ടിലേക്ക് പോരുന്നത്. ഈ സമയത്ത് മഹേഷും വിനോദനെ വിളിക്കുന്നുണ്ട്. വിനോദനെ വിളിച്ചിട്ട് കൈലാസ് വീട്ടിലെത്തിയ കാര്യം ഇപ്പോഴത്തെ പുതിയ പ്രകടനങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വിനോദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദേ എൻ്റെ അളിയൻ പിന്നെ വെറുതെ ഇരിക്കില്ല, അവൻ എന്തൊക്കെയോ തീരുമാനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ്റെ പിന്നിൽ ചരട് വലിക്കാൻ ആരോ ഉണ്ട്, അതാരാന്ന് ആദ്യം കണ്ടെത്തണമെന്ന് പറയണം. അത് കേട്ട് ഞാൻ മഹേഷ് പറഞ്ഞു, അതും എനിക്കും തോന്നുന്നുണ്ട്, അവനിങ്ങനെ വെറുതെ ഊടായ്പ വെച്ച് വരത്തില്ല, ആരെങ്കിലും അവൻ്റെ പിന്നിൽ ശക്തമായിട്ട് അവനിങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കാൻ കാണുമായിരിക്കും എന്ന് പറയാണ്. മിക്കവാറും അത് ആകാശമായിരിക്കും, എൻ്റെ മെയിനായിട്ടുള്ള ശത്രു അവനാണല്ലോ. അങ്ങനെയാണെങ്കിൽ കൈലാസിനെ കയ്യിലെടുത്തിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. ഈ സമയം ഇഷിത വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കൈലാസം അങ്ങോട്ടേക്ക് വന്നു. കൈലാസം വന്ന് ഇഷിതയുടെ കാലിലേക്ക് അങ്ങോട്ട് വീടുവാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഇഷിത പെട്ടെന്ന് അങ്ങോട്ട് കാല് മാറ്റിട്ടിച്ച്, എന്താ നിങ്ങൾ ഈ കാണിക്കണേന്ന് ചോദിക്കുകയാണ്. അതെ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അതെ നിങ്ങളുടെ ഈ പ്രകടനം ഒന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയാം. അയ്യോ സഹോദരി അങ്ങനെ പറയരുത്, ഇത് പ്രകടനമൊന്നും അല്ല എന്ന് പറയാണ്. പ്രകടനമല്ലേ പിന്നെ എന്താന്ന് ചോദിക്കുകയാണ്. ഞാൻ ശരിക്കും മനസ്താപം കൊണ്ട് പറഞ്ഞു പോന്ന, ഞാൻ ശരിക്കും നന്നായെന്ന് പറയാം. അതെ ഞാൻ വിശ്വസിച്ചു നിങ്ങൾ ശരിക്കും നന്നായെന്ന്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ നന്നായെന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ അത്രമാത്രം നീച പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പാവം മഞ്ജുമേച്ചിക്ക് ഇതായിട്ടും മനസ്സിലായിട്ടില്ല. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നന്നാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, ആ ഒരു ചിന്തയോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലാതെ എൻ്റെ കാലെ കയ്യെ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കൈലാസേ എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് കയറി പോവാണ്. കൈലാസിന് മനസ്സിലായി ഇവള് എന്താണ് കട്ടക്കലിപ്പില്ല, തൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ കൈലാസ് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ വിശ്വസിപ്പിച്ചല്ലേ മതിയാവുള്ളൂ. അതിനു വേണ്ടി ഒരു തക്കം പാർത്തിരിക്കുകയാണ്. ഈ സമയത്ത് രചന ആകാശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം രചനയോട് ആകാശ് പറഞ്ഞു, കൈലാസ് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ രചന പറഞ്ഞു, അപ്പം അവൻ മരിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. അങ്ങനെ അവനെ അങ്ങോട്ട് കൊല്ലുമെന്ന് ചോദിക്കുകയാണ്. അവൻ അവിടെ കയറി പറ്റിയിട്ടുണ്ട്, ഇനി അവിടുന്ന് രഹസ്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് ചോർത്തി തരുമെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം രചന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചിപ്പിമോളെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയണം. അതെ, അതിനു വേണ്ടി തന്നെ ഞാനും തക്കം പാർത്തിരിക്കുന്നത്. ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിപ്പിമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറയണം. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷനോട് കൂടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആദിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരുവാണ്. കാരണം തൻ്റെ തനിക്ക് 2 ഡാഡിമാരുണ്ട് സ്കൂളിൽ, അതുകൊണ്ടാണ് പിള്ളേരൊക്കെ കളിയാക്കി ചിരിക്കുന്നത്. അത് പാടില്ല, ഒരാൾ മാത്രം തൻ്റെ സ്കൂളിലേക്ക് വന്നാൽ മതി. കാരണം ഇതുവരെയായിട്ട് അമ്മയും ആകാശങ്ങളുമായിട്ട് കല്യാണം കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അമ്മ പലപ്പോഴും അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ ആദ്യം വിചാരിക്കുകയാണ്. പിന്നീട് രചന ആകാശം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം എങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ആകാശം വെച്ച്, എങ്ങനെയുണ്ടോ മോനെ സ്കൂളിൽ ഇപ്പോൾ പഴയ പോലെയൊക്കെ തന്നെയാണോ, അതോ നിന്നെ എല്ലാവർക്കും പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആദ്യം പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്കിളെ, എനിക്ക് അങ്കിളിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്ത് കാര്യം? അതെ വേറൊന്നും അല്ല പറയാനുള്ളത്, അങ്കിള് എൻ്റെ അമ്മയെ കല്യാണം കഴിക്കണമെന്ന് പറയണം. കല്യാണം കഴിക്കണമെന്ന്? അതെ വിവാഹം കഴിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ഞെട്ടി. അല്ല ആദ്യം നീ എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കും. അതെ വിവാഹം കഴിക്കണം, അങ്ങനെയാണ് മാത്രം എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് തിരികെ പോകുമെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകാശമാണ്, സത്യം പറയടി നീ അല്ല അവനെ കൊണ്ട് ഇത് പറയിച്ചെന്ന് രചനയോട് ചോദിക്കുകയാണ്. രചന പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ ആകാശി പറയണേ, എനിക്കങ്ങനെ പറയിക്കേണ്ട കാര്യം എന്താ, എനിക്കിതിനെക്കുറിച്ച് മനസ്സറിവില്ലാത്തതെന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയും മോനും കൂടെ എന്നെ ഇട്ട് ഇത് കുരങ്ങളിപ്പിക്കാൻ നോക്കിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആകാശം കൂടെ പോവാം. ആകാശനാണെങ്കിൽ രചനയെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. രജനിക്ക് ആ പടം വിഷമമായിപ്പോയി. കാരണം എത്രയോ നാളുകളായി താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുവരെയായിട്ട് ആകാശാണെങ്കിൽ അതിനൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇന്നാട്ടെ നാളെ ആട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. പക്ഷേ ഇതുവരെയായിട്ടും അതിനൊരു തീരുമാനമായിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആകെപ്പാടെ സങ്കടമായിപ്പോയി രചനയ്ക്ക്. പിന്നീട് ആദ്യം അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പോകുന്ന വല്ലാത്തൊരു സങ്കടത്തോടു കൂട്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളും സൂരജ്മോനും ചിപ്പിമോളുടെ കൂട്ടുകാരും കൂടെ അങ്ങ് നടന്നു വരുവാണ്. അപ്പോൾ ആദ്യം അവരെ കണ്ട് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞ കാര്യം ആദ്യം കണ്ടു കഴിയുമ്പോഴത്തേനും ഇഷാദയെ നിന്ന് വിളിക്കണമെന്ന്, അങ്ങനെയാണ് ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് ചിപ്പിമോളോട് ഇഷാദയെന്ന് വിളിക്കുകയാണ്. ആ വിളി വെച്ച് കേട്ടതും സഡൻ ബ്രേക്ക് ഇട്ട പോലെ ആദ്യം അവിടെ നിന്നു. ആദ്യം അവിടെ നിന്നിട്ട് ഇങ്ങനെ വല്ലാത്തൊരു ഭാഗത്തോടു കൂടി ചിപ്പിനെ നോക്കുകയാണ്. എന്തോ ആദ്യയുടെ മനസ്സിലേക്ക് പലവിധ കാര്യങ്ങളും കടന്നു വരുവാണ്. ഒരു ഉഗ്രസ്ഫോടനം തന്നെ മനസ്സ് നടന്നു പറഞ്ഞു. കാരണം അന്ന് ആ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യക്കിട്ട പേരായിരുന്നു ഇഷാദ എന്നുള്ള പേര്. ആ പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യയുടെ മനസ്സിൽ എവിടെയോ ഒരു കൊളുത്ത് വീണു.
താൻ ഈ പേര് മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, താൻ എവിടെയാണ് പേര് കിട്ടിയേക്കുന്നത് അങ്ങനെ ഓർത്തോണ്ട് ആദ്യം ഇങ്ങനെ അവിടുത്തെ ആ സ്കൂൾ ഭിത്തിയിലേക്ക് ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ തല പൊങ്ങഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ആദ്യം ആ സത്യം തിരിച്ചറിയും. ഇഷതയായിരുന്നു തൻ്റെ അമ്മയായിട്ട് തന്നെ അത്രയും കാലം നോക്കിയെന്നുള്ള സത്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.